സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെറ്റ് ഷോപ്പിന്റെ മുന്നിൽ വെച്ച ഒരു ബോർഡ് കണ്ടു. എന്താണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? നല്ല ഇനം പപ്പികളെ വിൽക്കാനുണ്ട് എന്നാണ്. കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഈ പപ്പികളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ഒരു ദിവസം കുട്ടി വീട്ടിൽ നിന്നും കുറച്ച് കാശെടുത്ത് നേരെ പെറ്റ് ഷോപ്പിലോട്ട് പോയി. പെറ്റ് ഷോപ്പിന് മുന്നിലെത്തിയ കുട്ടിയോട് കടക്കാരൻ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? കുട്ടി പറഞ്ഞു, അങ്കിൾ, എനിക്കൊരു പപ്പിയെ വേണം. പപ്പിക്കൊക്കെ വില കൂടുതലാണെന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ കുട്ടി പോക്കറ്റിൽ നിന്നും കാശ് പുറത്തെടുത്തു. 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ആകെ കുട്ടിയുടെ കയ്യിൽ. കടക്കാരൻ പറഞ്ഞു, ഇതിനൊരിക്കലും പപ്പിയെ കിട്ടില്ല, പപ്പിയൊക്കെ വളരെ വില കൂടിയതാണെന്ന് പറഞ്ഞു. എന്നാൽ എന്നെ പപ്പിയെ കാണാൻ അനുവദിക്കുമോ എന്ന് കുട്ടി ചോദിച്ചപ്പോൾ കുട്ടിയുടെ കൈയും പിടിച്ച് കടക്കാരൻ പെറ്റ് ഷോപ്പിന്റെ അകത്തോട് പോയി. ഒരു വലിയ കൂടിനുള്ളിൽ ഒരുപാട് പപ്പികളുണ്ട്. ഒരുപാട് സമയം കുട്ടി ആ പപ്പികൾ തന്നെ നോക്കി നിന്നു. അപ്പോൾ കൂടിനകത്ത് ഒരു മൂലയിൽ ഒരു പപ്പി, നല്ല വെളുത്ത് നല്ല സൗന്ദര്യമുള്ള ഒരു പപ്പി, മറ്റുള്ള പപ്പികളോടൊപ്പം ഒന്നും കളിക്കാതെ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടി കടക്കാരോട് ചോദിച്ചു, അങ്കിൾ, എന്താണ് ആ പപ്പി മറ്റുള്ള പപ്പികളെ കൂടെ കളിക്കാത്തത്? ഉടനെ കടക്കാരൻ പറഞ്ഞു, അതിന് ജന്മനാൽ ഒരു കാലിന് സ്വാധീനമില്ല, അതിന് നടക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അത് മറ്റുള്ളവയെ കൂടെ കളിക്കാത്തത്. അതിന് ആരും കൊണ്ടുപോകുന്നില്ല, നല്ല സൗന്ദര്യമുള്ള നല്ല പപ്പിയാണ്, പക്ഷെ അതിന് ആരും കൊണ്ടുപോകുന്നില്ല. ഇത് കേട്ടപ്പോൾ കുട്ടി പറഞ്ഞു, അതിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, അതിനെ എനിക്ക് തരുമോ? കടക്കാരൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ മനസ്സിലാകുമോ അതിന്റെ വിഷമം? ഉടനെ കുട്ടി തന്റെ ഫാൻസ് ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എനിക്കും ഇതുപോലെ ഒരു കാല് കൃത്രിമമായിട്ടുണ്ടാക്കിയ കാലാണ്, ഒരു കാലിനെ എനിക്ക് സ്വാധീനമുള്ളൂ. എനിക്ക് ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ എനിക്കറിയാം, അതുപോലെ തന്നെ ഈ പപ്പിയുടെ വിഷമവും എനിക്കറിയാം, അതുകൊണ്ട് ഈ പപ്പിയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ ആ പപ്പിയെ ആ കുട്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ കുട്ടിക്ക് ആ പപ്പിയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാവുകയേയില്ല. പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്നുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലങ്ങളിൽ അധികവും ഉണ്ടാവുന്നത്. ഇന്നു മുതൽ നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീക്കുക.